നമസ്കാരം. നമ്മൾ നോക്കാൻ പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയിലെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് കേട്ടോ. ഓക്കെ, ഒരു കഥ പോലെ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന് മറ്റു ചില പേരുകളുണ്ട്. ഒന്ന് ദ ഗ്ലോറിയസ് റെവല്യൂഷൻ, രക്തരഹിത വിപ്ലവം, അതുപോലെ പാലസ് റെവല്യൂഷൻ അഥവാ കൊട്ടാരം വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് 15-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലൊക്കെ ഇംഗ്ലണ്ട് ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു ട്യൂഡർ രാജവംശം എന്ന് പറഞ്ഞ ഒരു രാജവംശമാണ്. ഓക്കെ, അതിനുശേഷം ഒരു 16-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴാണ് ആര് വരുന്നത്, സ്റ്റുവർട്ട് രാജവംശം അവിടെ ഭരണത്തിൽ വരുന്നത് കേട്ടോ. സ്റ്റുവർട്ട് രാജവംശം. ഈ സ്റ്റുവർട്ട് രാജവംശത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ വളരെ സ്വേച്ഛാധിപതികളായിട്ടാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അവരെ അതായത് ജനങ്ങൾക്കോ പാർലമെന്റിനോ യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് അവർ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ഈ സ്റ്റുവർട്ട് രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരാണ് ഒന്ന് ജെയിംസ് ഫസ്റ്റും ഒന്ന് ചാൾസ് ഫസ്റ്റും. ഓക്കെ, ഈ ജെയിംസ് ഫസ്റ്റിന് ശേഷമാണ് ചാൾസ് ഫസ്റ്റ് ഭരണത്തിൽ വരുന്നത്. അപ്പോൾ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ പാർലമെന്റിന് ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് രാജാവിനെ കൊണ്ട് നിർബന്ധിതമായിട്ട് ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു നിയമത്തിൽ ഒപ്പുവെപ്പിക്കേണ്ടി വന്നു. ഈ ബില്ലിന്റെ പേരാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് കേട്ടോ. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ചത് 1628-ലാണ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ച രാജാവ് ആരാന്ന് വെച്ചാൽ ചാൾസ് ഫസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഒപ്പുവെപ്പിച്ചത് 1628-ലാണ്. ഒപ്പുവെച്ച ആരാണ്? ചാൾസ് ഫസ്റ്റ് ആണ്. ഓക്കെ, ചാൾസ് ഫസ്റ്റ് ആണ്. ഈ ഇതിൽ ഒപ്പുവെച്ചെങ്കിലും ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പഴയ സ്വഭാവം തന്നെ കാണിച്ചു തുടങ്ങി. അതായത് അദ്ദേഹം വീണ്ടും സ്വേച്ഛാധിപതിയായിട്ട് ഭരണം നടത്തുകയും പാർലമെന്റ് പിരിച്ചുവിടുകയും ചെയ്തു. അങ്ങനെ 1640 വരെയുള്ള 11 വർഷക്കാലം ഇംഗ്ലണ്ടിലെ പാർലമെന്റ് ഇല്ലാതെയാണ് ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 1640 ആയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു വെച്ചാല് സ്കോട്ട്ലൻഡുമായിട്ട് യുദ്ധമുണ്ടായി. ഓക്കെ, സ്കോട്ട്ലൻഡുമായിട്ട് യുദ്ധമുണ്ടായി. അങ്ങനെ യുദ്ധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, സാമ്പത്തികമായിട്ട് പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരും. അങ്ങനെ ഇംഗ്ലണ്ട് വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായി, പാർലമെന്റിന്റെ സഹായമില്ലാതെ നികുതി പിരിക്കുക എന്നുള്ളത് ഒരു ഇമ്പോസിബിൾ ആയ കാര്യമാണ്. അത് രാജാവിന് അറിയാം. അങ്ങനെ ചാൾസ് ഫസ്റ്റ് 1640 വീണ്ടും പാർലമെന്റ് വിളിച്ചു കൂട്ടുകയാണ് കേട്ടോ. 1640. സാധാരണ നമ്മൾ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത സമയത്തേക്കായിരിക്കുമല്ലോ പാർലമെന്റ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു വെച്ചാൽ 1640 മുതൽ 1660 വരെയുള്ള ഏകദേശം 20-21 വർഷത്തെ കാലഘട്ടത്തിലേക്ക് ഈ പാർലമെന്റ് നീണ്ടു നിന്നു. ഓക്കെ, അങ്ങനെ ഈ പാർലമെന്റ് അറിയപ്പെടുന്ന പേരാണ് ലോങ് പാർലമെന്റ് എന്ന് കേട്ടോ. ലോങ് പാർലമെന്റ്. അങ്ങനെ വർഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ രാജാവ് പഴയ സ്വഭാവം തന്നെ പിന്നെയും കാണിച്ചു തുടങ്ങി. അങ്ങനെ പാർലമെന്റും രാജാവും തമ്മിൽ വീണ്ടും എന്തായി, ആഭ്യന്തര കലാപങ്ങൾ ആരംഭിച്ചു ഇംഗ്ലണ്ടില്. അങ്ങനെ ഈ പാർലമെന്റിന്റെ സൈന്യത്തെ, സാധാരണ നമുക്കറിയാം രാജാവിന് ഒരു സൈന്യം ഉണ്ടാവും, പാർലമെന്റിന് സൈന്യം ഉണ്ടാവോ? ഇല്ലല്ലോ. പക്ഷെ ഇവിടെ പാർലമെന്റിന് ഒരു സൈന്യം ഉണ്ടായി. അങ്ങനെ ഈ പാർലമെന്റിന്റെ സൈന്യത്തിന് നേതൃത്വം കൊടുത്ത ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരാണ് ഒലിവർ ക്രോംവെൽ. ഓക്കെ, 1642 ആയപ്പോഴത്തേക്കും ഇംഗ്ലണ്ടിൽ എന്താണ്, ഒരു ആഭ്യന്തര യുദ്ധങ്ങൾ തുടങ്ങി. അതായത് രാജാവും പാർലമെന്റും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധങ്ങൾ ആരംഭിച്ചു. അങ്ങനെ 1649 ആയപ്പോഴത്തേക്കും ഈ യുദ്ധങ്ങൾ വളരെ ഭീകരമായ രീതിയിലേക്ക് വളർന്നു. അങ്ങനെ 1649 രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് ഈ ചാൾസ് ഫസ്റ്റിനെ വധിക്കുകയാണ്. ഏകദേശം 1649 ജനുവരി 30-നാണ് ആര് മരിക്കുന്നത്, ചാൾസ് ഫസ്റ്റ് മരിക്കുന്നത്. അങ്ങനെ ചാൾസ് ഫസ്റ്റിന്റെ മരണത്തിന് ശേഷം എന്തായി, പാർലമെന്റിന്റെ ആളായി ഭരണം നടത്തിയത് ആരാണ്? ഒലിവർ ക്രോംവെൽ. ഓക്കെ, ഒലിവർ ക്രോംവെലിന്റെ നേതൃത്വത്തിലാണ് പിന്നീട് ഇംഗ്ലണ്ടിൽ ഭരണം മുന്നോട്ട് പോയത്. ജനങ്ങളുടെ പിന്തുണയോടെ ഭരണത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് ഏകദേശം ഒരു റിപ്പബ്ലിക്കൻ ഭരണ രീതിയിലാണ് അവിടെ പിന്നീട് ഭരണം നടന്നത്. ഏകദേശം 1649 ശേഷമുള്ള ഭരണം എന്ന് പറയുന്നത് ഒരു ഒലിവർ ക്രോംവെലിന്റെ നേതൃത്വത്തിൽ ഒരു റിപ്പബ്ലിക്കൻ രീതിയിലാണ് ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒലിവർ ക്രോംവെൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പാർലമെന്റിൽ നിന്ന് പിരിച്ചുവിടുകയും അദ്ദേഹത്തിന് താല്പര്യമുള്ളവരെ മാത്രം പാർലമെന്റിൽ നിലനിർത്തുകയും ചെയ്തു. ഈ പാർലമെന്റ് അറിയപ്പെടുന്ന പേരാണ് റാംബ് പാർലമെന്റ്. റാംബ് പാർലമെന്റ് അഥവാ
അവശിഷ്ട പാർലമെന്റ് എന്ന് അറിയപ്പെടുന്നു കേട്ടോ. അവശിഷ്ട പാർലമെന്റ്. ഈ ഒളിവർ ക്രോംവെലിന്റെ ഭരണവും ആൾക്കാർക്ക് മടുത്തു തുടങ്ങി. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ആളുകൾ വീണ്ടും രാജവാഴ്ച തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒളിവർ ക്രോംവെൽ മരണപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ ഒളിവർ ക്രോംവെൽ മരണപ്പെട്ട സമയത്ത് ഈ ഇംഗ്ലണ്ടിലെ പാർലമെന്റ് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് വധിച്ച ചാൾസ് ഫസ്റ്റിന്റെ മകനെ ഭരണത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് ചാൾസ് സെക്കൻഡ്. ഓക്കെ, അങ്ങനെ ചാൾസ് സെക്കൻഡിന്റെ ഭരണകാലത്ത് ഇംഗ്ലണ്ടിൽ വന്ന 2 രാഷ്ട്രീയ കക്ഷികളാണ്, ഒന്ന് വിഗും ഒന്ന് ടോറിയും. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ചാൾസ് സെക്കൻഡിന്റെ ഭരണം അവസാനിക്കുകയും പിന്നീട് ഭരണത്തിൽ വന്നതാണ് ജെയിംസ് സെക്കൻഡ്. അങ്ങനെ ജെയിംസ് സെക്കൻഡിന്റെ ഭരണമായി ഇംഗ്ലണ്ടില്. അങ്ങനെ ജെയിംസ് സെക്കൻഡ് അവിടെ ഭരണം ആരംഭിച്ചു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പാർലമെന്റുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളായി, യുദ്ധം നടക്കുമെന്നുള്ള നിലയിലെത്തി. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, ജെയിംസ് സെക്കൻഡ് ഫ്രാൻസിലേക്ക് അഭയം പ്രാപിച്ചു, ഫ്രാൻസിലേക്ക് നാടുവിട്ടു. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പാർലമെന്റ് ഭരണം ആരെ ഏൽപ്പിക്കുന്നത്, ജെയിംസ് സെക്കൻഡിന്റെ മകളായ മേരി സെക്കൻഡിനെയും വില്യം തേർഡിനെയും ഭരണം ഏൽപ്പിച്ചു. മേരി സെക്കൻഡ് ആൻഡ് വില്യം തേർഡ്. ഓക്കെ, അങ്ങനെ ഈ മേരി സെക്കൻഡും വില്യം തേർഡുമാണ് പിന്നീട് ഭരിച്ചത്. അപ്പോൾ ഈ ഭരണ കൈമാറ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. അതായത് ഒരു തുള്ളി രക്തം പോലും പൊടിയാതെയാണ് ഈ സ്ഥാന കൈമാറ്റം നടന്നത്. അതുകൊണ്ടാണ് ഇതിനെ രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ, കൊട്ടാരം വിപ്ലവം, പാലസ് റെവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അറിയപ്പെടുന്നത്. ബ്രിട്ടനിൽ എന്തായി, രാജവാഴ്ചയാണ് അത് പാർലമെന്റിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ പാർലമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ച ബ്രിട്ടനിൽ വന്നത് എങ്ങനെയാണ്, ഇതുപോലെയാണ് കേട്ടോ. അങ്ങനെ പാർലമെന്റിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ പാർലമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ച ബ്രിട്ടനിലായ വർഷം എന്ന് വെച്ചിട്ട് 1688 കേട്ടോ. 1688. ഇതിനാണ് രക്തരഹിത വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ രാജഭരണത്തിന്റെ മേല് പാർലമെന്റിന്റെ നിയന്ത്രണം കൊണ്ടുവന്നത് പുതുതായി നിർമ്മിച്ച കുറച്ച് നിയമങ്ങളുടെ മേലെയാണ്. ആ നിയമങ്ങൾ അറിയപ്പെടുന്ന, ആ സെറ്റ് ഓഫ് നിയമങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ബിൽ ഓഫ് റൈറ്റ്സ് കേട്ടോ. ഓക്കെ, ബിൽ ഓഫ് റൈറ്റ്സ്. ബിൽ ഓഫ് റൈറ്റ്സ് ഏത് വർഷം വെച്ചിട്ടുണ്ടെങ്കിൽ അത് 1689. അതുപോലെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത് ആരാന്ന് വെച്ചാൽ ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അതായത് മേരി സെക്കൻഡും അതുപോലെ തന്നെ വില്യം തേർഡുമാണ് കേട്ടോ. വില്യം തേർഡുമാണ്. ഓക്കെ, ഇതാണ് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.